എത്രയും പെട്ടെന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കിട്ടട്ടെ. ഇതുതന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയും ആകാംക്ഷയും. ശ്രീ PM നിയാസ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ സിബി സത്യൻ, ന്യൂസ് 18 കേരളം ന്യൂസ് എഡിറ്റർ കിരൺ ബാബു എന്നിവർ ചേരുകയാണ്. ശ്രീ PM നിയാസ്, ഇത് 8 ദിവസമായിട്ടും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനമില്ല. എത്ര നാൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? നോക്കൂ മജുഷ്, ഇത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനുള്ള ഒരു ചർച്ചയാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, UDFും അതുപോലെ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. സ്വാഭാവികമായി അതിന് സമയമെടുക്കും. നമ്മൾ 102 സീറ്റ് നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറമായ ഒരു സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം നിങ്ങൾ വിചാരിച്ച പോലെ ഇന്നലെയോ മെഞ്ഞാന്നോ തുടങ്ങിയതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കോഴിക്കോട് വെച്ച് 2 വർഷം മുമ്പ് നമ്മൾ നടത്തിയിരുന്ന ഒരു വലിയ മുന്നൊരുക്കമുണ്ട്. കോഴിക്കോട് വെച്ച് നടത്തിയത് ആ മുന്നൊരുക്കം ആണ്. KPCC ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് KPCCയുടെ പ്രസിഡന്റ് സുധാകരനായിരുന്നു. അത് കഴിഞ്ഞ് 3 തവണ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് 3 തവണ നമ്മൾ ചിന്തന ശിബിരവും അതുപോലെ തന്നെ ലീഡേഴ്സ് മീറ്റും ആയി 3 തവണയായി നമ്മൾ നടത്തി. അത് നടത്തിയത് ഓരോന്നിനും തെരഞ്ഞെടുപ്പ്, നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 2 വർഷം മുമ്പാണ് നമ്മൾ ആരംഭിച്ചത്. 1 വർഷം മുമ്പ് വീണ്ടും കൂടി. അതിനിടയിൽ നമ്മൾ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീണ്ടും KPCC തലത്തിൽ യോഗം കൂടി മുന്നോട്ട് പോവുകയും അതനുസരിച്ച് KPCC പ്ലാൻ ചെയ്ത പ്ലാൻ അനുസരിച്ച് UDFിനെ ഒരുക്കുന്നതിനുള്ള തീരുമാനം നമ്മൾ പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതൊരു കൂട്ടായ ഒരു നമ്മുടെ ബഹുമാനായ VM സുധീരൻ സാറ് പറഞ്ഞ പോലെ ഇതൊരു കൂട്ടായ ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പിൽ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് KPCC പ്രസിഡന്റാണ്. നേരത്തെ സുധാകരനായിരുന്നു, ഇപ്പോൾ സണ്ണി ജോസഫാണ്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആണ്. അപ്പോൾ അവരെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ ഒരു ടീമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ AICC ഇതിനു വേണ്ടി പ്രത്യേകമായ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 6 മാസം മുമ്പ് തന്നെ AICC കേരളത്തിൽ വാർ റൂം ഉണ്ടാക്കി. ആ വാർ റൂം നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും ഒരു 3-4 മാസക്കാലം അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുവാൻ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ KICCയും KPCCയും UDFും എല്ലാം കൂടി ഒന്നിച്ച് ഒരു വലിയ ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പിൻ്റെ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ നമ്മുടെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം മുൻ KPCC പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചുമതല വഹിച്ചിട്ടുള്ളത്. MM ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. MM ഹസൻ ഇന്ന് തന്നെ ഡൽഹിക്ക് പോവുകയാണ്. K. മുരളീധരൻ നാളെ പോകും. VM സുധീരനും നാളെ ഡൽഹിയിലെത്തും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഡൽഹിക്ക് പോവുകയാണ്. ശ്രീ PM നിയാസ്, ഇത്ര വിപുലമായ സംവിധാനം താങ്കൾ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ദീർഘവീക്ഷണത്തോടു കൂടിയ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്മേലുള്ള ഈ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇതെല്ലാം കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വിജയത്തിന് കാരണമായി. പക്ഷേ അതിൻ്റെ ആ തിളക്കം കുറയ്ക്കുന്ന ഒന്നായി പോയി ഇപ്പോൾ ഈ നേതാക്കൾ തമ്മിലുള്ള ഈ തർക്കം. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇത്രയും വൈകുന്നു എന്ന് പറയുമ്പോൾ അത് ഹൈക്കമാൻഡിന്റെ ബലഹീനത കൂടി അവിടെ പ്രകടമാവുകയാണ്. മജുഷ്, ഇത് വൈകുന്നു പറയാൻ പറ്റില്ല. 8 ദിവസത്തിലായുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കഴിഞ്ഞ തവണ 99 സീറ്റുമായി ജയിച്ച ഒരു പാർട്ടി LDF ആണ്. അവിടെ ഒരു മത്സരം ഒന്നുമില്ല. അവിടെ ഒരു ഒറ്റ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ 2ാം പിണറായി സർക്കാരിന് വേണ്ടി തെരഞ്ഞെടുത്താണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതും മന്ത്രിമാരെ തീരുമാനിച്ചതും? എന്തായിരുന്നു തടസ്സം? ഇതിനു മുമ്പ് VS അച്യുതാനന്ദൻ മത്സരിക്കുകയും അന്ന് നായനാർ വരികയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ എത്ര ദിവസം കഴിഞ്ഞാണ് മുന്നോട്ട് പോയത്? അതുപോലെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുവാൻ BJPക്ക് 2 മാസം വേണ്ടി വന്നില്ലേ? അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഒരുപാട് സമയങ്ങളും താമസമൊക്കെ എടുത്തു. സ്വാഭാവികമായും ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പം തന്നെ നമ്മൾ 2 ഘട്ടങ്ങൾ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ 2ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ AICC നിരീക്ഷകർ വന്ന് എല്ലാ 63 MLAമാരെയും കണ്ടു. അന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും MP മാരെയും അന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ നേതാക്കന്മാരെ എല്ലാം പ്രധാനപ്പെട്ട 4 നേതാക്കന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. വിശദമായ ചർച്ച കഴിഞ്ഞു. അവിടെ ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞ് വന്നില്ല. നമ്മൾ ജനാധിപത്യ പാർട്ടിയിൽ അടിച്ചേൽപ്പിക്കലില്ല. ഹൈക്കമാൻഡാണ് തീരുമാനമെങ്കിൽ എല്ലാവരും അത് ഘടകകക്ഷികൾക്കും അതിന്മേൽ എതിർപ്പുണ്ടാകും. ജനങ്ങൾ പൊതുവെ IA എന്ന് വെക്കും. അതുകൊണ്ടുള്ള ഒരു തടസ്സമാണോ വന്നിരിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 63 ആൾക്കാരെ വിളിച്ച് ഇവിടുന്ന് കൂടെ ഒരു വോട്ടെടുപ്പ് നടത്തി പ്രഖ്യാപിച്ചാൽ പോരെ? അങ്ങനെയല്ലല്ലോ.
നമ്മൾ ഗണേശയുടെ അന്ന് കണ്ടല്ലോ, ആ ഗണേശയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ പറയുന്നതൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ ഗണേശയുടെ തീരുമാനം. അത് വളരെ വ്യക്തമായി തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഞാൻ കേട്ടു. അവരുടെ ഒരു തീരുമാനം UDFിൻ്റെ തീരുമാനത്തിൽ UDFിൻ്റെ മുന്നണി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്, ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡ് എടുക്കുന്ന ഈ തീരുമാനം അംഗീകരിക്കുന്നതാണ് എല്ലാ ഗണേശ നേതാക്കളും പറഞ്ഞത്. എന്നിരുന്നാലും എടുക്കുന്ന തീരുമാനം അവരെയും കൂടി ഒന്ന് നേരത്തെ മുൻകൂട്ടി അറിയിച്ച് അവരുടെ അഭിപ്രായം കൂടി സ്വരൂപിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അത് ജനാധിപത്യ പാർട്ടിയായതുകൊണ്ട്. മറ്റേ അതല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് അത് പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ കൊടുക്കുന്നു, കോടിയേരി ബാലകൃഷ്ണൻ അത് പ്രഖ്യാപിക്കുന്നു, കൈയടിച്ച് എല്ലാവരും പോകുന്നു. അത് ജനാധിപത്യമല്ലല്ലോ, അതൊരു സ്വേച്ഛാധിപത്യമാണ്. അപ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്തും മാജുഷ്ണു അറിയാലോ, കെ കരുണാകരനുള്ളപ്പോൾ, വേക്കാരണി ഉള്ളപ്പോൾ, ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ, രമേശ് ചെന്നിത്തല ഉള്ളപ്പോൾ ഒന്നും തന്നെ നമ്മൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാറില്ല. അങ്ങനെ പ്രഖ്യാപിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ നമ്മൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന രീതി കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയുമില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പം നമ്മുടെ പ്രധാനപ്പെട്ട 2 പേരും മത്സരിച്ചു. 2 പേരല്ല, കെ മുരളീധരൻ മത്സരിച്ചിരുന്നു, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിച്ചിരുന്നു, രമേശ് ചെന്നിത്തലയും VD സതീശനും മത്സരിച്ചിരുന്നു. അതുപോലെ ഒട്ടനവധി നേതാക്കന്മാർ, പ്രഗത്ഭരായ നേതാക്കന്മാർ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരിൽ നിന്നും തീരുമാനമെടുക്കുമെന്ന് ആലോചിച്ചു. പത്രമാധ്യമങ്ങൾ പറയുന്ന വാർത്തകൾ ശരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വലിയ മെജോറിറ്റി 63-ൽ ഏതാണ്ട് 50ഓളം വരുന്ന ആളുകൾ ഒരാളെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവരുടെ ചോയ്സാണ്. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അത് നമുക്ക് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൽ കുറഞ്ഞ വോട്ട് കിട്ടിയ ആളുകളെ, അല്ലെങ്കിൽ കുറഞ്ഞ പിന്തുണയുള്ള ആളുകളെ കൂടി അവർ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിന് ഭംഗി. ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷത്തിനെയും ഒന്നിച്ച് ചേർത്ത് ഒരു തീരുമാനം എടുക്കുന്നതിലാണ് ജനാധിപത്യത്തിന് ഭംഗി. ഡൽഹിയിൽ ചർച്ചയൊന്നും നടന്നില്ലല്ലോ അല്ലേ? ഒറ്റ കാര്യം ഇതിനു മുമ്പ് കഴിഞ്ഞ മാജുഷെ ഒറ്റ കാര്യം ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അന്ന് ഉമ്മൻചാണ്ടിയും മത്സരിച്ചിരുന്നു, രമേശ് ചെന്നിത്തലയും മത്സരിച്ചിരുന്നു. പക്ഷെ നമുക്ക് തോറ്റു. പ്രതിപക്ഷ നേതാവ് നമ്മളെങ്ങനെ തെരഞ്ഞെടുത്തത്? അന്ന് നമ്മളവിടെ ഇവിടെ നിരീക്ഷകർ വന്നപ്പോൾ ഒരു വോട്ട് കൂടുതൽ കിട്ടിയത് അന്ന് ഉമ്മൻചാണ്ടിയും രമേശിൻ്റെ പേരാണ് പറഞ്ഞത്. രമേശ് സ്വമേധയ രമേശ് സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു. പക്ഷെ ഒരു വോട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു വോട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു എണ്ണം കൂടുതൽ VD സതീശന് ലഭിച്ചു. ആ സതീശന് ലഭിച്ചപ്പോൾ സ്വാഭാവികമായും VD സതീശനായി ഒരു ചേഞ്ച് വരട്ടെ എന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരാജയപ്പെട്ടപ്പോൾ അവിടെ നമ്മൾ ഉമ്മൻചാണ്ടിയല്ല, ഹൈക്കമാൻഡ് താല്പര്യപ്രകാരം എന്നാണ്. അതെ 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 അല്ല 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 അങ്ങനെയാണ്, അങ്ങനെയല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഏതായിരുന്നാലും അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയായി മത്സരിച്ച ഉമ്മൻചാണ്ടി ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ കിട്ടിയത്. പക്ഷേ സതീശനെയാണ് അല്ല, ഞാൻ രമേശ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, വോട്ടിന്റെ എണ്ണത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എനിക്കൊറ്റ കാര്യം പറയുള്ളൂ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം വന്നത് പ്രതിപക്ഷരായി വന്നത് രമേശ് ചെന്നിത്തലയാണ്. അതെങ്ങനെയാണ് വന്നത്? അന്ന് പാർട്ടി തീരുമാനമോ അല്ലെങ്കിൽ നിയമസഭയിലെ അംഗങ്ങളുടെ തീരുമാനമോ ആണ്. അത് ഞങ്ങളുടെ കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം അനുസരിച്ച് തന്നെയാണ് രമേശ് ചെന്നിത്തല വന്നിട്ടുള്ളത്. ആ കീഴ്വഴക്കം അനുസരിച്ച് തന്നെയാണ് അതിലൊക്കെ പോട്ടെ. കേരളത്തിൽ മുടിചൂടാൻ പറ്റുന്ന കെ കരുണാകരൻ കേരളത്തിൽ ഒരു ദിവസം മാറിയല്ലോ, ഉമ്മൻചാണ്ടി വന്നല്ലോ. എങ്ങനെയാണ് വന്നത്? അന്ന് നിയമസഭാ കക്ഷിയിൽ പ്രത്യേക സാഹചര്യം വരികയും നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ആളുകൾ അത് ഒരു ലീഡർഷിപ്പ് ചേഞ്ച് വേണമെന്ന് നേതൃത്വത്തിനോട് അറിയിക്കുകയും നേതൃത്വം അത് പരിശോധിക്കുകയും അതിന് സത്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കെ കരുണാകരനെ മാറ്റി ഉമ്മൻചാണ്ടിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാലങ്ങളായി നമ്മൾ എടുക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട്. ഇത് ഈ എക്സസൈസ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.